ഹലോ ഗെയ്സ്, അപ്പോൾ ഞാനും പിള്ളേരും ചേട്ടനും കൂടെ പുറത്ത് പോകാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് ഞങ്ങൾ ആദ്യത്തെ പുറത്ത് പോക്കാം കേട്ടോ. ഞാൻ മാത്രമല്ല, മേധയുണ്ട്, പ്രണവക്കുട്ടുണ്ട്, മഹതിയുണ്ട്. അപ്പം ഞങ്ങളെല്ലാം കൂടെ ചെറുതായിട്ട് പുറത്ത് പോയിട്ട് കറങ്ങിയിട്ട് വരാം കേട്ടോ. ഒരാൾ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തയാളും ഒരുങ്ങി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറങ്ങാനൊക്കെ പോയിട്ട് ഞങ്ങൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇവിടെ വഴക്കാണ്, ഇവിടെ അടി ഉണ്ടാക്കുക ഗെയ്സ്. ഇതാണ് ഞങ്ങളുടെ അടി ഉണ്ടാക്കുന്ന താരം. തോട്ടം ഇറങ്ങി കേട്ടോ. അന്ന് ലിഫ്റ്റൊക്കെ ഓണാക്കി. അപ്പം പ്രണവക്കോട്ടനും ഭയങ്കര അവൻ ഷൂ മേടിക്കാതെ ഓർത്തു ബാറ്റേന്നേ. അപ്പോൾ അവനൊരു ഷൂ മേടിച്ച് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ചിലരെ പരിപാടിന് ഒരു സിനിമ കാണണം. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പുറകെ എടുത്തുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ അന്നേരം ഇറങ്ങി. അപ്പം പ്രണവക്കൂട്ടിന് ആദ്യമായിട്ടാണ് കേട്ടോ ബാംഗ്ലൂർ വരുന്നത്. അപ്പം അവനൊന്ന് ഫുള്ളൊന്ന് കൊണ്ട് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫ്രണ്ട് വശം, ഫ്ലാറ്റിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. അപ്പോൾ വണ്ടി ഇപ്പോൾ ചേട്ടൻ ഓഫീസിൽ പോയി ചേട്ടനെ നോക്കിയിരിക്കുക ഞങ്ങൾ. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ചേട്ടൻ വന്നു, ഞങ്ങൾ വണ്ടിയിൽ കയറി. അപ്പം ഇതൊക്കെ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാട്ടോ. ഈ ഫ്ലാറ്റും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തൊട്ടടുത്തൊരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട് കേട്ടോ. ഒരു ദിവസം ഞാൻ അവിടെ പോയി ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ആ അമ്പലം ഫുള്ളും. ഇത് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു കല്യാണ മണ്ഡപമുണ്ട്. എല്ലാം പണിയാണ് ഒരു പണിതേക്കുന്നേ. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നെ ഇവിടെ മരങ്ങളാണ് കൂടുതലും. മരങ്ങൾ അത് ഇവിടെയൊക്കെ ലൈറ്റ് സെറ്റിങ്സൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ളും രാത്രിയിലൊക്കെ. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്കുള്ള കടകളാണ്. ഒത്തിരി കടകളൊക്കെ ഉണ്ട് കേട്ടോ ഈ അടുത്തൊക്കെ. പിന്നെ മാളാണെങ്കിലും അങ്ങനെ ഞങ്ങൾ ബാറ്റയിലെത്തി. പക്ഷേ ഈ ബാറ്റയിൽ ഞാനും മഹതിയും മാത്രമേ ചെരുപ്പെടുത്തുള്ളൂ. അവന് ഇഷ്ടപ്പെട്ട ഷൂ അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ പിന്നെ അവന് വേണ്ടിയിട്ട് വേറൊരു കടയിൽ പോയി ഞങ്ങൾ. അപ്പം ഞങ്ങൾ അവന് വേണ്ടി ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് കയറുക കേട്ടോ. അപ്പം ചേട്ടനും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഇതൊക്കെയാണ്. അപ്പോൾ അവനെ ഷൂ ഒക്കെ അവനാണെങ്കിൽ ഫുള്ള് വൈറ്റ് വേണമെന്ന് പറഞ്ഞിരിക്കും. അവന് ഉദ്ദേശിച്ച നിറഞ്ഞ് ഫുള്ള് വൈറ്റാണ്. അത് കിട്ടിയില്ല. എങ്കിലും അവനെ ഇഷ്ടപ്പെട്ട ഒരു ഷൂ മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പം നിങ്ങൾ കാണുന്നില്ലേ സൂര്യനൊക്കെ നല്ല എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. പ്രത്യേകിച്ച് വൈകിട്ട് ഇറങ്ങണം ബാംഗ്ലൂരൊക്കെ. അപ്പോൾ സൂപ്പർ അടിപൊളിയാണ് കാണാനും എല്ലാം. അങ്ങനത്തെ ഒരു ഇതാണ്. ഫുള്ള് ലൈറ്റിങ്സിൻ്റെ ഒക്കെ പരിപാടിയൊക്കെ വൈകിട്ടാണ്. വണ്ടിയുടെ ആണെങ്കിലും ഫുള്ളും ഫ്ലാറ്റുകൾ അടുത്തടുത്ത് ഒത്തിരി ഫ്ലാറ്റുകളാണ് എല്ലാം അടുത്തടുത്താണ് കേട്ടോ. പിന്നെ കേട്ടോ പിന്നെ പാനിപ്പൂരി, അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. പക്ഷേ ചേട്ടനവിടെ നിന്ന് ഞങ്ങളെ വണ്ടി നിർത്തിയില്ല. പയ്യെ പറഞ്ഞു ഞങ്ങൾ പിന്നെ പോന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് അപ്പം ചേട്ടൻ, അപ്പോൾ ഇതും ഫ്ലാറ്റാണ് കേട്ടോ. ഇതൊക്കെ ഫ്ലാറ്റ് പണിതുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഫ്ലാറ്റൊക്കെ. അങ്ങനെ ഞങ്ങൾ ജ്യൂസ് കടയിലെത്തി ഗെയ്സ്. അപ്പോൾ ജ്യൂസ് കുടിച്ചുകൊണ്ട് ജ്യൂസും ഉഴുന്നുവടയും. അപ്പോൾ മേധക്കുട്ടി ഇങ്ങനെ നോക്കിയിരിക്കുക. പക്ഷേ മഹതിക്കുട്ടി പുറകെ ഇരുന്ന് ഹായ് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് പറഞ്ഞാൽ പിള്ളേരുടെ ഒരു പ്ലേ ആൻഡ് പാർട്ടിയാണ്. പക്ഷേ പൈസ കൊടുത്തിട്ടാണ് തോന്നുന്നു ഇവിടെ കളിക്കുന്നതൊക്കെ. ഫുള്ളും ഗെയിമാണ്, ഗെയിംസിൻ്റെ ഫുൾ ഇതാണ്. ഇപ്പം നല്ല രസം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കല്യാണ മണ്ഡപം എന്ന് പറഞ്ഞത്. കല്യാണം മണ്ഡപമാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ.